കണ്ണൂർ മുൻ എഡിഎം നവീൻ ബാബുവിന്റെ മരണത്തിൽ പി ദിവ്യക്കെതിരെ ഗുരുതര കണ്ടെത്തലുമായി ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട്. പി ദിവ്യ യാത്രയയപ്പ് യോഗത്തിന് എത്തിയത് ആസൂത്രിതം. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല. ദൃശ്യം ചിത്രീകരിച്ചത് ദിവ്യയുടെ ആവശ്യപ്രകാരമെന്ന് പ്രാദേശിക ചാനൽ റിപ്പോർട്ടറുടെ മൊഴിയെന്നും റിപ്പോർട്ട്. ആർ റോഷിപാൽ നൽകും വിശദാംശങ്ങൾ. റോഷിപാൽ, ഗുരുതരമായ കണ്ടെത്തലാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിലുള്ളതെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണുള്ളത്? നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അതീവ ഗുരുതരമായ വിവരങ്ങളാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ടിലുള്ളത്. കാരണം നവീൻ ബാബു ഒരു തരത്തിലും പെട്രോൾ പമ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്ന് സ്ഥിരീകരിക്കുന്നു റിപ്പോർട്ടിൽ. അങ്ങനെ കൈക്കൂലി വാങ്ങിയതിന് ഒരു തെളിവും അന്വേഷണത്തിൽ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം ഈ പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ ഈ എഡിഎം നവീൻ ബാബുവിന്റെ യാത്രയപ്പിനെത്തിയത് ആസൂത്രിതമായെന്ന് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിന് തെളിവായി പ്രധാനമായ തെളിവായി വരുന്നത് അവിടെയുള്ള പ്രാദേശിക ചാനലിന്റെ പ്രതിനിധിയുടെ മൊഴിയാണ്. ആ പ്രാദേശിക ചാനലിന്റെ റിപ്പോർട്ടറെ വിളിക്കുകയും അവിടേക്ക് വിളിച്ചു വരുത്തുകയും ഈ യാത്രയപ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് പി ദിവ്യയുടെ ഓഫീസിൽ നിന്ന് നിരന്തരം വിളിച്ച് അവിടേക്ക് വരുത്തുകയും അത് ചിത്രീകരിച്ച് പിന്നീട് അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വാങ്ങിയെന്നടക്കമുള്ള മൊഴികൾ ഈ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്ക് നൽകിയ ആ റിപ്പോർട്ടിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും പി ദിവ്യക്ക് കുരുക്കാകുന്ന അതീവ ഗുരുതരമായ മൊഴികൾ തന്നെയാണ് ഈ കണ്ണൂരിലെ പ്രാദേശിക ചാനലിന്റെ റിപ്പോർട്ടർ നൽകിയത്. ആ മൊഴി ഏറ്റവും പ്രധാനമാണ്. അതിനു പുറമെ വളരെ വിശദമായ പരിശോധനയിൽ ഇതുവരെ പെട്രോൾ പമ്പ് അനുവദിക്കുന്ന കാര്യത്തിൽ എഡിഎം നവീൻ ബാബു ഒരു പണം പോലും വാങ്ങിയതായോ അങ്ങനെ പണം വാങ്ങാനുള്ള നീക്കം നടത്തിയതായോ ഒരു തെളിവും അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ആസൂത്രിതമാണ് ഈ സംഭവമെന്ന് ഈ യാത്രയപ്പ് ചടങ്ങിലെത്തി നവീൻ ബാബുവിനെ അഭിമാനിക്കാൻ അത് ആസൂത്രിതമായ ഒരു നീക്കം പി ദിവ്യയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ട് കൂടിയാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർ നൽകിയിരിക്കുന്നത്. അതീവ പ്രാധാന്യമുള്ളതാണ്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ത് നടപടികളിലേക്കാണ് ഇനി സർക്കാർ പോവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച എഡിഎം നവീൻ ബാബുവിന്റെ ആത്മഹത്യയാണ്. ആ മരണത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് നൽകിയത്. ആ റിപ്പോർട്ടിലെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റോഷിപാൽ, ഈ കേസിൽ പി ദിവ്യ പ്രതിരോധം തീർത്തിരുന്നത് നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. പക്ഷേ ഈ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ കൈക്കൂലി വാങ്ങിയതിന് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല എന്ന റിപ്പോർട്ട് പറയുന്നു. ഒപ്പം തന്നെ ആ പ്രാദേശിക ചാനൽ പ്രതിനിധിയുടെ മൊഴി അത് വലിയ കുരുക്ക് തന്നെയല്ലേ പി ദിവ്യയ്ക്ക് ഉണ്ടാക്കുന്നത്. ഇനിയുള്ള സർക്കാർ നടപടിയും അത്രത്തോളം നിർണായകമാകില്ല. അപ്പോൾ സ്വാഭാവികമായും തുടക്കം മുതൽ തന്നെ നവീൻ ബാബുവിന്റെ കുടുംബം ഉന്നയിക്കുന്ന ആരോപണമുണ്ട്. ഇത് സാധാരണ മരണമല്ല, ഇത് കൊലപാതകമാണ്, CBI അന്വേഷിക്കണമെന്ന ആവശ്യവും ഉയർത്തിയിരുന്നു. ഹൈക്കോടതി അടക്കം സമീപിച്ചെങ്കിലും അത് ഹൈക്കോടതി അംഗീകരിക്കാത്ത ഒരു സാഹചര്യമാണ്. ഏതായാലും ഇവർ ഉന്നയിച്ച ആവശ്യങ്ങൾ, ആ മരണത്തിലെ ദുരൂഹതയുണ്ടെന്ന അവർ ഉന്നയിച്ച ആരോപണം, ആ ആരോപണം സ്ഥിരീകരിക്കുന്ന അല്ലെങ്കിൽ ആരോപണത്തിന് ശക്തി പകരുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ നൽകിയത് എന്ന് പറയേണ്ടി വരും. കാരണം അതിൽ നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൊഴികൾ ഒന്ന് ഈ പ്രാദേശിക ചാനലിന്റെ പ്രതിനിധിയുടേതാണ്. കാരണം ആ യാത്രയപ്പ് ചടങ്ങിലേക്ക് പി ദിവ്യ അല്ലെങ്കിൽ പി ദിവ്യയുടെ ഓഫീസ് അടക്കം നിർബന്ധിച്ചതുകൊണ്ടാണ് അവിടേക്ക് എത്തുന്നത്, ആ ദൃശ്യങ്ങൾ പകർത്തുന്നത്. ആ പകർത്തിയ ദൃശ്യങ്ങൾ പി ദിവ്യയുടെ ഓഫീസിൽ കൈമാറിയെന്നടക്കമുള്ള മൊഴി നൽകിയെന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ അത് അതീവ ഗുരുതരമാണ്. കാരണം മുൻകൂട്ടി പ്ലാൻ ചെയ്തു, ആസൂത്രണം ചെയ്തു നവീൻ ബാബുവിനെ അപമാനിക്കാൻ എന്ന്. നേരെ മറിച്ച് നവീൻ ബാബു പെട്രോൾ പമ്പ് അനുവദിക്കാൻ പണം വാങ്ങിയത് ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് അവിടെ എത്തുന്നത് എന്നടക്കമുള്ള, അല്ലെങ്കിൽ താൻ അങ്ങനെ ഒരു നവീൻ ബാബുവിനെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നില്ല അവിടെ എത്തിയതെന്നടക്കമുള്ള പി ദിവ്യയുടെ വിശദീകരണം പൂർണ്ണമായും പൊളിയുകയാണ് ഈ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ടിലൂടെ. ഏതായാലും പി ദിവ്യ അല്ലെങ്കിൽ പി ദിവ്യ അനുകൂലിക്കുന്നവർ തീർത്ത പ്രതിരോധം മതിലാകെ തകർന്നു പോകുന്ന തരത്തിലുള്ള റിപ്പോർട്ട് കൂടിയാണ് റവന്യൂ മന്ത്രിക്ക് ഈ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ നൽകിയിരിക്കുന്നത്. ഇനി അതിൽ തുടർ നടപടികളിലേക്ക് കടക്കേണ്ടി വരും. മാത്രവുമല്ല, നേരത്തെ ഇവർ CBI അന്വേഷണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഈ റിപ്പോർട്ട് അടിസ്ഥാനമാക്കി വീണ്ടും നിയമ നടപടികളിലേക്ക് നവീൻ ബാബുവിന്റെ കുടുംബം പോകുന്നുണ്ടോ എന്നത് മറ്റൊരു പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയെങ്കിൽ അതിൽ വരുന്ന തീരുമാനങ്ങൾ, നിയമ നടപടിയുടെ അനന്തരഫലമായി വരുന്ന തീരുമാനങ്ങളും വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. എന്തായാലും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ, റവന്യൂ വകുപ്പ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എന്ന നിലയിൽ അവിടെ എത്തുകയും കലക്ടർ പോലും അവിടേക്ക് വരേണ്ടതില്ലെന്ന് പറഞ്ഞു എന്നടക്കമുള്ള വിവരങ്ങൾ ലാൻഡ് റവന്യൂ കമ്മീഷണർ റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും
PP ദിവ്യക്ക് വലിയ കുരുക്കാകുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റവന്യൂ മന്ത്രിക്ക് നൽകിയിരിക്കുന്ന ഉറപ്പായി കഴിഞ്ഞു. അതായത് റോഷിപാൽ വഴിയെ പോകുമ്പോൾ അവിടെ ആ പരിപാടിക്ക് കയറി എന്നുള്ള ഒരു കാര്യമായിരുന്നു ദിവ്യയുടെ പ്രസംഗത്തിൽ അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, കൃത്യമായ ആസൂത്രണത്തോടെ തന്നെയാണ് ഈ പരിപാടിക്ക് പോയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇനി എങ്ങനെയായിരിക്കും ഇതിനെ പ്രതിരോധിക്കുക PP ദിവ്യ? ഇതിൽ അന്ന് ആ പരിപാടിയിലേക്ക് മുൻകൂട്ടി അങ്ങനെ ആസൂത്രണം ചെയ്തിരുന്നില്ല, അവിടേക്ക് താൻ എത്തിപ്പെട്ടതാണ് എന്ന രീതിയിലുള്ള വിശദീകരണമാണ് നൽകിയത്. മാത്രവുമല്ല, നവീൻ ബാബുവിനെ ബോധപൂർവം അപമാനിക്കാനുള്ള ഒരു തീരുമാനവും താൻ എടുത്തിരുന്നില്ല. അത് അങ്ങനെ അപമാനിക്കാൻ ഉദ്ദേശിച്ചല്ല താൻ സംസാരിച്ചത് എന്നടക്കമുള്ള വിശദീകരണങ്ങളാണ് PP ദിവ്യയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ അതല്ല, നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തിരുന്നു. നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിലെത്തുക, അവിടെ നവീൻ ബാബുവിനെ വിഷമിപ്പിക്കുന്ന തരത്തിൽ, നവീൻ ബാബുവിനെ അപമാനിക്കുന്ന തരത്തിൽ പ്രസംഗിക്കുക എന്നതൊക്കെ നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തിരുന്നു എന്നതിന്റെ തെളിവായി യാത്രയെടുപ്പ് ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ടിരുന്നില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഒരു ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ട് എന്ന് മേഡം അടക്കം കുടുംബാംഗങ്ങൾ നേരത്തെ പറഞ്ഞതുമാണ്. അതെ, ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ട്. പിന്നെ ആ ഗൂഢാലോചനയിൽ ഇപ്പം ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് പുറത്തു വന്നല്ലോ. അതിൽ ഗൂഢാലോചന ഇതെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട്. സത്യസന്ധമായ റിപ്പോർട്ടാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഇപ്പം പുറത്തു വിട്ടിരിക്കുന്നത്. കൈക്കൂലി വാങ്ങിയെന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണമായി ദിവ്യയും അവരെ അനുകൂലിക്കുന്ന CPMന്റെ ഒരു വിഭാഗം ആളുകളും കണ്ണൂരിൽ ഇത് പറഞ്ഞത്. അങ്ങനെ ADM കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നുള്ള പരാമർശം കൂടി ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. അതെ, പിന്നെ അത് വളരെയധികം നമുക്ക് ആശ്വാസമാണ്. പിന്നെ കുടുംബാംഗങ്ങൾക്കെല്ലാം ഞങ്ങൾക്ക് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഇത് ആശ്വാസകരമായൊരു പിന്നെ റിപ്പോർട്ടാണ് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ. നമ്മുടെ ബോധ്യവും നമ്മുടെ നിലപാടും ശരിവെക്കുന്നു. അതെ, നിയമ പോരാട്ടങ്ങൾക്ക് സഹായകരമാകും. അതെ, നിയമ പോരാട്ടത്തിന് ഇത് സഹായകരമാണ്. സുപ്രീം കോടതിയിലേക്ക് അതെ തുടങ്ങി കണ്ണൂർ പോരാട്ടമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകാൻ കണ്ണൂർ കളക്ടർക്കെതിരെയുള്ള ആരോപണം ഉണ്ടായിരുന്നു. അതും അന്വേഷണ പരിധിയിൽ ഇപ്പോൾ വന്നിട്ടില്ല. അതും അന്വേഷണ പരിധിയിൽ വരേണ്ട കാര്യമാണ്. ഗൂഢാലോചനയിൽ എല്ലാവർക്കും പങ്കുണ്ട്. അതെ, ഒരുപോലെ പങ്കുണ്ട് ഗൂഢാലോചനയിൽ. അതിനകത്ത് ഇനി വേറെ ആളുകൾ ഉൾപ്പെട്ട് വരുന്നുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചാലേ അത് കണ്ടെത്താൻ കഴിയുള്ളൂ. PP ദിവ്യ ആവശ്യപ്പെട്ട പ്രകാരമാണ് പ്രാദേശിക ചാനൽ പരിപാടി കവർ ചെയ്തത് എന്നതടക്കം നേരത്തെ ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. അതും കൂടി ശരിവെക്കും. അതിപ്പം ശരിവെച്ചുകൊണ്ടാണല്ലോ നമ്മുടെ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഈ കളക്ടർ റിപ്പോർട്ട് പ്രകാരം കളക്ടർ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് എന്തുകൊണ്ടായിരിക്കും കളക്ടർ അദ്ദേഹത്തെ മുറിയിലേക്ക് വന്ന് മുറിയിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയാം? അതിനെന്തെങ്കിലും സ്വാധീനം സംശയിക്കുന്നുണ്ട്? സ്വാധീനം തീർച്ചയായിട്ടും കാണും. അല്ലെങ്കിൽ മാറ്റി പിന്നെ മൊഴി മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ കളക്ടർക്ക്. ഈ ഒരു പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട ഒരു ജനപ്രതിനിധിക്ക് ഇത്രയേറെ വിദ്വേഷം ഇദ്ദേഹത്തോട് തോന്നേണ്ട കാര്യമുണ്ടോ? അതിനുള്ളിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുള്ളതായി സംശയിക്കുമെന്നോ ഇപ്പം ഇതിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. മറ്റെന്തെങ്കിലും കാരണമുള്ളതായിട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ ഒരു പെട്രോൾ പമ്പിന്റെ കാര്യമായിട്ട് മാത്രമായിട്ടൊരു വിരോധം ഉണ്ടാവേണ്ട കാര്യമില്ല. ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്ന ശേഷം പോരാട്ടം തുടരും, വാമൂടി വെക്കാൻ തയ്യാറല്ല എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ PP ദിവ്യയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മേഡം അത് വാർത്തയിലെങ്കിലും കണ്ടിരുന്നു. അതെ, അവർക്ക് എന്ത് വേണേലും ചെയ്യാമല്ലോ. എനിക്ക് അതിന് മറുപടിയൊന്നും പറയാനില്ല. എന്ത് വേണേലും ആകാമല്ലോ. നമുക്ക് ആദ്യഘട്ടത്തിലേ പിന്തുണ നൽകിയിരുന്ന പലരും പിന്നീട് നയം മാറ്റുന്ന നിലപാട് മാറ്റുന്ന രീതി കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനെ എങ്ങനെയാണ് നമ്മൾ നേരിടുന്നത്? ഞങ്ങൾ ഏതായാലും പിന്നെ ലീഗൽ ബാറ്റിലുമായിട്ട് മുമ്പോട്ട് പോവാം. മാം, ഈ പെട്രോൾ പമ്പിന്റെ വിഷയമല്ലാതെ എപ്പോഴെങ്കിലും നവീൻ ബാബു സാർ വേറെ എന്തെങ്കിലും കാര്യത്തിന് അദ്ദേഹത്തിന്റെ മുകളിൽ സമ്മർദ്ദമുണ്ട് എന്ന് സൂചിപ്പിച്ചിരുന്നോ? അതെ, മറ്റ് ബന്ധുക്കളോട് പലരോടും ഇതുപോലെ സമ്മർദ്ദമുണ്ടെന്ന് സൂചിപ്പിച്ചതായിട്ട് അറിയുന്നു. അത് ഏത് വിഷയങ്ങൾക്കായിരുന്നു? ഏത് കാര്യങ്ങൾക്കുള്ള അനുമതിക്കായിട്ടായിരുന്നു? അത് പിന്നീട് ഒരു അവസരത്തിൽ പറയാം. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഒരുപക്ഷെ അത്തരം കാര്യങ്ങളായിരിക്കുമോ ഇപ്പോഴുള്ള ഈ ഒരു അത്തരം സംഭവങ്ങളിലേക്ക് നയിച്ചത്? അതെ, ആയിരിക്കാം.
കുടുംബത്തിന് പി ദിവ്യക്കെതിരെ ഗുരുതര കണ്ടെത്തലുകളുള്ള ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് അത് സത്യസന്ധമാണെന്നും ഒപ്പം വിശ്വസനീയമാണെന്നുമാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പറയുന്നത്. റോഷിപാൽ തുടരുന്നുണ്ട്. റോഷിപാൽ, ഈ റിപ്പോർട്ട് അത് മഞ്ജുഷ പറയുന്ന പോലെ റിപ്പോർട്ട് സത്യസന്ധവും വിശ്വസനീയമാണെന്ന് അവർ പറയുന്നത്. ഇതിൽ എല്ലാവർക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അവർ പറയുന്നു. ഇതിപ്പോൾ നവീൻ ബാബുവിനെ ആക്ഷേപിക്കാൻ പി ദിവ്യ വലിയ ആസൂത്രണം നടത്തിയെന്ന് തന്നെയല്ലേ ഈ റിപ്പോർട്ട് അടിവരയിടുന്നത്? ഇതിൽ പ്രധാനമായി റിപ്പോർട്ടിന്റെ പകർപ്പിൽ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീത സമർപ്പിച്ച ആ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്, പി ദിവ്യയെ അന്ന് നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിലേക്ക് കലക്ടർ ക്ഷണിച്ചതിനായി ഒരു തെളിവും ലഭിച്ചിട്ടില്ല. കലക്ടറോ ആ കലക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാരോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി ദിവ്യയെ ക്ഷണിച്ചിരുന്നില്ല ഈ ചടങ്ങിലേക്ക് എന്നതാണ് പ്രധാനമായുള്ള മറ്റൊരു കണ്ടെത്തൽ. ഈ പെട്രോൾ പമ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് NOC നൽകുന്നതിന് പണം സ്വീകരിച്ചതായോ പണം സ്വീകരിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തിയതായോ അങ്ങനെ ഒരു അഴിമതി നടത്തിയതായും അന്വേഷണത്തിൽ ഒരു തെളിവും ലഭിച്ചിട്ടില്ല. ഏതായാലും ഈ നവീൻ ബാബുവിന്റെ മരണത്തിൽ പോലീസിന്റെ തുടരന്വേഷണം വേണമെന്ന നിർദ്ദേശം കൂടി ഇതിന്റെ ഫൈൻഡിംഗ്സിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പറഞ്ഞുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ഈ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീത അത് ഉപസംഹരിക്കുന്നത് എന്നതാണ് അതിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നത്. നവീൻ ബാബുവിന്റെ മരണത്തിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്താൻ പോലീസ് തുടരന്വേഷണം നടത്തണം എന്ന ഒരു സുപ്രധാനമായ നിർദ്ദേശം കൂടി ഈ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ടിലുണ്ട്. അത് സ്വാഭാവികമായും പി ദിവ്യക്ക് കുരുക്കായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവിടെയുള്ള പ്രാദേശിക ചാനലിന്റെ റിപ്പോർട്ടറെ പ്രതിനിധിയെ നിരന്തരം പി ദിവ്യയുടെ ഓഫീസിൽ നിന്നും വിളിച്ചു എന്ന മൊഴി അത് സുപ്രധാനമാണ്. ആ മൊഴിയുടെ അടിസ്ഥാനമാണ് ഒന്ന്. മറ്റ് പലതരത്തിൽ ആ ജില്ലാ കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ മൊഴി ശേഖരിച്ചു. അവരിൽ നിന്നടക്കമുള്ള വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷമാണ് സർക്കാർ നിർദ്ദേശപ്രകാരം റവന്യൂ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീത അതിന്റെ റിപ്പോർട്ട് റവന്യൂ മന്ത്രിക്ക് കൈമാറിയത്. ആ റിപ്പോർട്ടിന്റെ ഏറ്റവും സുപ്രധാനമായ ഭാഗങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഏതായാലും ഇനി സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് തുടർ നടപടിയാണ് സ്വീകരിക്കുക? ഈ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസിനോട് തുടരന്വേഷണം നടത്തണമെന്ന നിർദ്ദേശം അങ്ങനെ ഒരു ഉത്തരവ് നൽകുമോ എന്നത് പ്രധാനമാണ്. അതിനപ്പുറത്തേക്ക് നവീൻ ബാബുവിന്റെ കുടുംബം ഇനി മുന്നോട്ട് നടത്തുന്ന നിയമപോരാട്ടവും നിർണായകമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും എന്തായിരിക്കും ഇനി സർക്കാർ നിലപാട് എന്ന് തന്നെയാണ് ഇനി അറിയേണ്ടത്.